കണ്ടു. പാലക്കാട്ടിൽ നിന്നൊരാൾ വന്നു. അയാൾ ആരോടും ചോദിച്ചിട്ടില്ല. അയാൾ സ്വയം പഴങ്ങൾ മാത്രമേ ആഹാരം കഴിക്കുള്ളൂ എന്നുള്ളത്. പക്ഷേ 12 മണി വരെയൊക്കെ കഴിക്കും ചെയ്യും രാത്രി. അത് ആരോടും ചോദിച്ചിട്ടില്ല. രാത്രി കഴിക്കാൻ പക്ഷെ പഴങ്ങൾ മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. മരുന്നൊന്നും കഴിച്ചിട്ടില്ല. 2 നേരം ഈ മറ്റേ നാച്ചുറോപ്പതി വാട്ടർ എനിമ എടുക്കും ഉടനെ ശുദ്ധാക്കാൻ. അയാൾ സൂക്കട് മാറിയിരിക്കണു. ക്യാൻസർ ലിവറിലായിരുന്നു. അത് മാറിയിരിക്കണു. ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള നില എത്തിയിരിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മരുന്നൊന്നും കഴിക്കണ്ട. ഇപ്പോഴുള്ള മാതിരി തന്നെ ആഹാരം കഴിച്ച് പോയാൽ മതി. ആഹാരമാണ് കാര്യം. ആൻറ്റി ഓക്സിഡൻസ് വരിക വേണ്ടത്. ഈ റാഡിക്കൽസിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ബോഡി ഉണ്ടാക്കുന്നതാണ്. അതിനെ ഇല്ലാണ്ടാക്കാനുള്ള ആൻറ്റി ഓക്സിഡൻസ് കഴിക്കുക വേണ്ടത്. അതിനുള്ള ആഹാരം നമ്മൾ കഴിക്കുന്നത്. അതാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് വരെ. അതുകൊണ്ട് അതാണ് ആഹാരമാണ് പ്രധാനം. ആഹാരം നേരാക്കിയാൽ ശരിയാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് ഉപയോഗിച്ച് വിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഈ പറഞ്ഞ മാതിരി ചെയ്യാറുണ്ട്. HIV മറ്റേ ക്യാൻസറും കൂടി വന്നൊരു രോഗി സേലത്ത് നിന്ന് ഇവിടെ വരെയുണ്ടായി. അവർ കാറിലാണ് വന്നത്. കൂടെ ഒരു ഡോക്ടറുണ്ട്, എല്ലിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അവർ OPയിൽ വന്നു. ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കിടന്ന് കണ്ടു ഒബ്സർവേഷൻ ഉണ്ടായി അങ്ങ് ചികിത്സിച്ചാൽ നന്ന്, കിടന്നാൽ തിരക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ റൂം കൊടുത്ത് ഇവിടെ ബാക്കി. ഉച്ചരിഞ്ഞിട്ട് ഏകദേശം ഈ സമയപ്പോൾ അവർ മടക്കി കൊണ്ടുപോകണം, ഒന്നും ഇറക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ രാവിലെ അവിടുന്ന് പലഹാരം കാപ്പിയോ എന്താ വെച്ചാൽ കഴിച്ച് വന്നിട്ട് പിന്നെ ഇവിടുന്ന് ഒന്നും കഴിച്ചില്ല. എൻ്റെ പരീക്ഷണം കഴിഞ്ഞിട്ടാവാൻ, എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് മടക്കി കൊണ്ടുപോയാലോ ഒന്ന് ആലോചിക്കുകയാണെന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യൂ. ശുദ്ധിയാക്കി വെച്ചിട്ടുള്ള ഗോമൂത്രമുണ്ട്, അതൊരു 2 ഔൺസ് കൊടുക്കൂ. അത് ഇറങ്ങുന്നുണ്ടെന്ന് വരട്ടെ, അതൊരു കുപ്പിയുണ്ട്, അത് കൊടുത്തോളൂ. അത് അവിടെ ചെല്ലണ വരെ കുറേശ്ശെ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. അത് കൊടുത്തപ്പോൾ ഇറങ്ങി. മാത്രമല്ല പിന്നെ കുറേ മുന്തിരിങ്ങയുടെ നീരൊക്കെ ഇറങ്ങി. അപ്പോൾ അവർ പോയില്ല. അവർ 1.5 മാസം ഇവിടെ താമസിച്ചു. കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടാണ് പോയത്. 2ഉം മാറിയിട്ട് കംപ്ലീറ്റ് ആയിട്ട്. ആദ്യം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റിംഗ് കൊടുത്തു. ഫ്രൂട്ട് ജ്യൂസ് മാത്രം കഴിച്ചിട്ട്. നമ്മുടെ ചില ഈ മരുന്നുകളിപ്പോൾ പറഞ്ഞ മരുന്നുകളുണ്ട്, അതിൽ ചില കഷായമൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുത്തിട്ട് ഒരു 2 മാസം ഇവിടെ താമസിച്ച് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടാണ് പോയത്. അപ്പോൾ ആ ഫാസ്റ്റിംഗ് പ്രധാനമായിട്ട് പറയുന്ന ഇതാണ്. അതായത് ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയാണ് രോഗം മാറ്റുന്നത്, മരുന്നല്ല. ജനിച്ചാൽ മരിക്കുന്നത് വരെ ആഹാരം വേണം. അത് എന്ത് വേണം, എപ്പോൾ വേണം, എങ്ങനെ വേണം എന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യാസപ്പെടും. എല്ലാവർക്കും എല്ലാം പിടിച്ചു എന്ന് വരില്ല. അപ്പോൾ അത് നേരെയാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് നല്ല ആഹാരങ്ങൾ നോക്കിയിട്ട് കഴിച്ചിട്ട് കുറച്ച് ആഹാരം അധികം കഴിക്കാതെ. നമ്മുടെ ശാസ്ത്രം പറയുന്നതിൻ്റെ പകുതി വയറ് ആഹാരം കഴിക്കാനാണ്. പകുതി വെള്ളത്തിനും പകുതി എയറാണ് വായു. ത്രിദോഷങ്ങളെന്ന് പറയില്ല, വായുവാണ് ഈ രോഗം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വായുവിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വിടണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആഹാരം നേരെയാക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾക്ക് ഇപ്പോൾ ഈ മറ്റേ പ്രമേഹത്തിൻ്റെ രോഗികളുണ്ട്. ഈ ആഹാരം കൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഞാൻ അനവധി ട്രയലിൽ ഞാൻ നോക്കി. രാഗി, ചാമ ആ മാതിരിയുള്ളതൊക്കെ കൊടുത്തിട്ട് അരിയും ഗോതമ്പും കുറച്ചും കൊണ്ടുള്ളത് എന്തെങ്കിലും നോക്കുമ്പോൾ വളരെ വ്യത്യാസം കാണുന്നുണ്ട്. അതുമാതിരി മറ്റുള്ള രോഗങ്ങൾക്ക് ഞാൻ ഈ ആഹാരം മാറ്റിയിട്ടുള്ള ഇത് നോക്കിയിട്ടുണ്ട്. ഫാസ്റ്റിംഗ് കൊടുത്തിട്ടും നോക്കിയിട്ടുണ്ട്. ഈ മറ്റേ ജോയിൻറ്റ് പെയിൻ ഉണ്ടല്ലോ, അതിനൊക്കെ ഈ മറ്റേ ഫാസ്റ്റിംഗ് കൊടുത്താൽ വളരെ വേഗം വേദന കുറയുന്നുണ്ട്. അപ്പോൾ ദേഹം തന്നെയാണ് ഇതിനെ നേരാക്കണതും കുറക്കണതെന്ന് മതിയാക്കണമെന്നൊക്കെ ആരും സംശയമില്ല. വയറ് അപകടമായാലും അപ്പോഴാണ് നമ്മൾ ഈ വയർ ഇതുണ്ടാകുമ്പോൾ അവിടെ ഇവിടെ കുളത്തി പിടിക്കുന്നതൊക്കെ തോന്നുന്നത്. അവിടെ ഇവിടെ ഒടുക്കി എന്നൊക്കെ, അതൊക്കെ ഈ വയറിൻ്റെ തകരാറാണ്. വയറ് ശുദ്ധമായിട്ടിരിക്കുകയാണ് വേണ്ടത്. അതുമാതിരി തന്നെ ആഹാരം ശുദ്ധമായിട്ടിരിക്കുക, നേരാകും വേണം. ശോധന ശരിയായി കിട്ടണം, രുചി നല്ലോണം ഉണ്ടാവണം, കുറച്ച് ആവശ്യത്തിന് ആഹാരം കഴിക്കാൻ പാടും. ഇത് മൂന്നും നമ്മൾ നേരാക്കുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും യാതൊരു രോഗങ്ങളും അധികം കൂടാണ്ട്